രാജൻ വിജയിച്ചു. 8891 വോട്ടുകൾക്കാണ് കെ രാജന്റെ വിജയമുണ്ടായിരിക്കുന്നത്. ജയന്തി രാജനും വിജയത്തിലേക്ക് കടക്കുകയാണ്. വിജയിച്ചു കേട്ടോ. എം ജിജുവിന്റെ വിജയം പ്രഖ്യാപിക്കുകയാണ്. 15060 വോട്ടുകൾക്ക് കായംകുളത്ത് വിജയിച്ചു. മിന്നും വിജയം കായംകുളത്ത് സ്വന്തമാക്കി. തിരുവല്ലയിൽ UDF വിജയത്തിലേക്ക്. UDF അവിടെ 9985 വോട്ടിന്റെ ലീഡാണ്. അവിടെ വിജയത്തിലേക്ക് UDF എത്തുന്നപ്പോൾ തിരുവല്ലയിൽ BJPയുടെ സ്വാധീനം അവിടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടില്ല. എം ലിജു 15060 വോട്ടുകൾക്കാണ് കായംകുളത്ത് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും അനൂപ് ആന്റണി വലിയ ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് LDFന്റെ വോട്ടാണ്. UDFന് അത് അനുകൂലമായി വന്നിരിക്കുകയും ചെയ്യുന്നു. ജയന്തി രാജൻ കൂടി കൂത്തുപറമ്പിൽ വിജയത്തിലേക്ക് പോവുകയാണ്. ഒറ്റ റൗണ്ട് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. 674 മാത്രമാണ് ലീഡ് അവിടെ LDF സ്ഥാനാർത്ഥിക്കുള്ളത്. കൂത്തുപറമ്പ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അടുത്തത് കൂത്തുപറമ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ലീഗ് മത്സരിച്ച എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗ് എവിടെയും പരാജയപ്പെട്ടില്ല. പുനരൊഴിച്ച് കൂത്തുപറമ്പും നേടിയിരിക്കുന്നു ജയന്തി രാജനിലൂടെ എന്നുള്ളതാണ്. അപ്പോൾ ഫാത്തിമ തെഹ്ലിയ, ഉഷ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു, KK രമ, വിദ്യ, കെ തുളസി, ജയന്തി രാജൻ പ്രഖ്യാപിച്ചിട്ടില്ല. കൂത്തുപറമ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ലീഡ് കളമശ്ശേരിയിൽ UDF 12,000 ലീഡ് ഉയർത്തുന്നു. 12,121 10,000 കടന്നിരിക്കുന്നു UDFന്റെ ലീഡ്. കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂർ, P രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. 12,000 വോട്ടുകൾക്ക്. ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ ക്ലാസ് നമ്പറാണ്. എന്തൊരു അവകാശപ്പെടാനില്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റോടുകൂടി 27-ൽ 25 മണ്ഡലങ്ങളും വിജയിച്ച കൂത്തുപറമ്പ് കൂടി വിജയിച്ചാൽ 27-ൽ 25 പിടിക്കും ലീഗ്. 27-ൽ 25 ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് അങ്ങനെയാണെങ്കിൽ ലീഗിന്റേതാണ്. ഇനി മാനന്തവാടി നോക്കൂ. 10,000 വോട്ടുകൾക്കാണ് OR കേളുവിനെ തോൽപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടിയിൽ 10,543 വോട്ടുകൾക്കാണ് OR കേളുവിനെ ഉഷാ വിജയൻ തോൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഉഷാകാലം നോക്കൂ. ഫാത്തിമ തെഹ്ലിക്ക് അപരകൾ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഫാത്തിമയൊക്കെ നിർത്തിയിരുന്നു, പക്ഷേ കാര്യം ഉണ്ടായില്ല. ഫാത്തിമ തെഹ്ലി തെരഞ്ഞു പിടിച്ച് ഫാത്തിമ തെഹ്ലിക്ക് വോട്ട് കൊടുത്തതുപോലെയാണ്. 7,000-ലധികം ജെൻസിയുടെ വോട്ട്. അതോടൊപ്പം തന്നെ ഫാത്തിമ തെഹ്ലിക്കെതിരെ ഉയർത്തിയ പ്രചാരണങ്ങൾ, അതിക്രമം, സൈബർ എല്ലാത്തിനുമുള്ള മറുപടി, മനോഹരമായ മറുപടി. കെ മുരളീധരന്റെ ലീഡ് 3,500. അവസാന റൗണ്ടിൽ പട്ടം, കുറുവൻകോണം, മുട്ടട, കേശവദാസപുരം വാർഡുകൾ കൂത്തുപറമ്പിൽ ആ സ്വപ്നം 930 വോട്ടുകൾക്ക് മുന്നിൽ പൊലിഞ്ഞുപോയി. അതാണ് കൂത്തുപറമ്പിൽ കഷ്ടിച്ച് പാസ്സായിരിക്കുന്ന LDF. 930 സാങ്കേതിക വിജയം വേണമെങ്കിൽ പറയാം.